ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സ്കോർപ്പിയോയ്ക്ക് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ പോണത്. സ്കോർപ്പിയോ, നിങ്ങളുടെ ലാസ്റ്റ് വീഡിയോ അതിന് കുറേ വ്യൂസ് കിട്ടി, അപ്പോൾ താങ്ക് യു സോ മച്ച്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ റീഡിംഗ് ഫസ്റ്റ് അപ്ലോഡ് ചെയ്യാൻ പോണത് ആൻഡ് ഫസ്റ്റ് നിങ്ങളുടെ റീഡിംഗ് ആണ് റിലീസ് ചെയ്യാൻ പോണത്. അപ്പോൾ സ്കോർപ്പിയോ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫീലിങ്സ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതും നമ്മൾ നോക്കും ഈ റീഡിങ്ങിൽ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ സ്കോർപ്പിയോ, നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ഈ വീഡിയോന് എൻഡ് വരെ നോക്കുക. എൻഡിലാണ് ഞാൻ ഈ പേഴ്സണിൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ ആൻഡ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം നോക്കാൻ പോണത്. ഇതുവരെ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നിങ്ങൾ എൻ്റെ ഏതും വീഡിയോ മിസ് ഔട്ട് ചെയ്യില്ല. ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും യൂട്യൂബിന് ആൻഡ് നിങ്ങൾ എൻ്റെ വീഡിയോസ് ഒന്നും മിസ് ചെയ്യില്ല, നിങ്ങളുടെ റീഡിങ്സ് മിസ് ഔട്ട് ആവില്ല. അപ്പോൾ സ്കോർപ്പിയോ, ഇവിടെ 6 സ്വർഡ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇത് ഒരു ഡിഫിക്കൾട്ട് സമയം നിങ്ങൾ വിട്ടിട്ട് കാമ വാട്ടേഴ്സിൻ്റെ ഡയറക്ഷനിലാണ് പോണത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പ്രോബ്ലംസ് ഉണ്ടായിരുന്നു വെച്ചാൽ നിങ്ങൾ അതിനെ വിട്ടിട്ട് ഒരു പുതിയ ഡയറക്ഷനിലാണ് പോണത്, ഒരു സ്റ്റേബിലിറ്റിയുടെ ഡയറക്ഷനിലാണ് പോണത്. ഈ പേഴ്സൻ്റെ എനർജി പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ ഇവിടെ ഈ പേഴ്സണും ഒരു സ്റ്റെബിലിറ്റിയാണ് കൊണ്ടുവരുന്നത് നിങ്ങളുടെ ലൈഫിൽ. ഒരു ഓഫർ ഇല്ലാച്ച ഒരു എപ്പോളജി ആയിരിക്കും ഇത്. അപ്പോൾ നമ്മൾക്കിത് ക്ലാരിഫൈ ചെയ്യാം. 6 സോഡ്സ് എന്താണ് ഇവിടെ? ക്വീൻ ഓഫ് സോഡ്സ്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ മേ ബി പേഴ്സണെ കട്ട് ഓഫ് ചെയ്തുണ്ടാവും. എന്നുവെച്ചാൽ ഇവിടെ ഒരു സെപ്പറേഷൻ, ഡിവോഴ്സ് ഞാൻ കാണുന്നുണ്ട്. ഈ ക്വീൻ ഓഫ് സ്വോർഡ്സ് എന്താണ് ഇവിടെ? 8 ഓഫ് വാൻഡ്സ്. ഈ പേജ് ഓഫ് പെൻറ്റിക്കിൾസ്, ഈ പേഴ്സൻ്റെ എനർജി എന്താണ്? ഈ പേഴ്സൺ ഒരു ലോസ് ആണ് ഫീൽ ചെയ്യണത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു സെപ്പറേഷൻ ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാവും പാസ്റ്റിൽ. മേ ബി ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ആയിരിക്കാം, ഒരു സെപ്പറേഷൻ ആയിരിക്കാം. പക്ഷെ എന്തായാലും ഈ പേഴ്സണിന് കുറേ റിഗ്രറ്റ്സ് ഉണ്ട്. അവർക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു എന്ന് അങ്ങനത്തെ ഒരു റിഗ്രറ്റ് ഉണ്ട്. ഇത് മിസ് ഔട്ട് ആവുമോ, പേടിയുണ്ട് ഇതൊരു ബ്രേക്കപ്പ് ഉണ്ടാവുമോ എന്ന്. അപ്പോൾ ഈ പേഴ്സൺ കുറേ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. മേ ബി ഒരു ഓഫർ തരാൻ വരും, ഇല്ലാച്ച ഒരു ചെറിയൊരു എപ്പോളജി ഉണ്ടാവും. 3 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ എനർജി. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാൻ വഴിയുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. ഈ 3 ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ് ഇവിടെ? 4 ഓഫ് കപ്സ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഒരു പേഴ്സൺ കുറേ എഫേർട്ട് ഇടുന്നുണ്ട്, മറ്റേ പേഴ്സൻ്റെ സൈഡിന് ചിലപ്പോൾ അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതല്ലച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ കുറേ നെഗറ്റിവിറ്റി ഉണ്ട്, ഒരു തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസ് ഉണ്ട്. തേർഡ് പാർട്ടി എന്ന് വെച്ചാൽ ഫ്രണ്ട്സ് ആവാം, ഇല്ലാച്ചാൽ വേറെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം. എന്നുവെച്ചാൽ ഈ പേഴ്സൻ്റെ എനർജിയിൽ 5 ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ ഇവിടെ കുറേ ഒരു നെഗറ്റീവ് എനർജി ഞാൻ കാണുന്നുണ്ട്. ഈ പേഴ്സൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കാം, നിങ്ങളുടെ കോമൺ ഫ്രണ്ട്സ് ആയിരിക്കാം, ഇല്ലാച്ചാൽ ഗോസിപ്പ് ആയിരിക്കാം. മേ ബി നിങ്ങൾ രണ്ടാളും സെയിം ഓഫീസിലാണ് ജോലി ചെയ്യണം വെച്ചാൽ അതൊരു പേടി ഉണ്ടാവും, വേറെ ആൾക്കാർ എന്താ പറയണമെന്ന്. അപ്പോൾ കുറേ ഒരു നെഗറ്റീവ് എനർജി ഞാൻ കാണുന്നുണ്ട് ഈ പേഴ്സൻ്റെ എനർജിയിൽ. അപ്പോൾ മേ ബി അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ സൈഡിൽ ഒരു ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്. എന്ന് വെച്ചാൽ ഇത്ര നെഗറ്റിവിറ്റി ഉണ്ടാവുമ്പോൾ നിങ്ങൾക്കും ആ ഇൻട്രസ്റ്റ് കുറച്ച് കുറയാൻ തുടങ്ങി. അതുമാത്രമല്ല ഈ പേഴ്സൻ്റെ എനർജി മേ ബി ഒരു ഇമ്മെച്ചോറിറ്റി ഉണ്ടാവും, അതും നിങ്ങൾക്കൊരു ടേൺ ഓഫ് ആണ്. ഈ പേഴ്സൺ എന്തായാലും നിങ്ങളൊരു വിഷ് ഫുൾഫിൽമെൻ്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു ഹാപ്പി എനർജി ഞാൻ കാണുന്നുണ്ട്. ഒരു ഡേറ്റിംഗിൻ്റെ എനർജി ആയിരിക്കാം, ഫ്രണ്ട്ഷിപ്പിൻ്റെ എനർജി ആയിരിക്കാം, ഇതൊരു സെലിബ്രേഷൻ ആയിരിക്കാം. മേ ബി നിങ്ങൾ രണ്ടാളും റീകൺസൈൽ ചെയ്യാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ 3 ഓഫ് കപ്സ് ഇവിടെ എന്താണ്?
2 ഓഫ് കപ്സ്. അപ്പം ഇവിടെ നിങ്ങൾ രണ്ടാളും നിങ്ങളുടെ റിലേഷൻഷിപ്പ് റെന്യൂ ചെയ്യണ എനർജിയാണ് ഞാൻ കാണുന്നത്. ഈ പേഴ്സന്റെ എനർജി 9 ഓഫ് പെന്റിക്കിൾസ് ആണ്. അപ്പൊ ഈ പേഴ്സന്റെ എനർജി ഒരു സിംഗിൾ ഇൻഡിപെൻഡന്റ് പേഴ്സന്റെ എനർജി ആയിട്ടാണ് കാണുന്നത്. എന്താണ് ഈ 9 ഓഫ് പെന്റിക്കിൾസ്? 8 ഓഫ് വാൻസ്. അപ്പൊ ഇവരുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ അട്രാക്ഷൻ ഉണ്ട്. ഇവർ ഡെഫിനറ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, എന്തോ നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്, കുറെ ഫ്ലേർട്ടിങ് ഉണ്ട്. അപ്പൊ ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു വെച്ചാൽ അത് നിങ്ങളെ സോൾവ് ചെയ്യണ്ട, അത് നിങ്ങൾ ക്രോസ് ചെയ്യണ്ട. അതൊരു ടെമ്പററി സിറ്റുവേഷൻ ആയിരുന്നു മേ ബി. പക്ഷെ എന്തായാലും നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ കുറെ പേഷ്യൻ്റ്ലി ആണ് ഈ പേഴ്സന്റെ കൂടെ ഡീൽ ചെയ്യണത്. കുറെ റിസ്ക് ആണ് എടുക്കണത്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി മേ ബി നിങ്ങൾ അത്ര ഷുവർ അല്ല ഇത് വർക്ക്ഔട്ട് ചെയ്യുമെന്ന്. ലിയോ എനർജി ഉണ്ട് ഇവിടെ, സ്ട്രെങ്ത്. ഇവിടെ കുറെ ലവ് ഉണ്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്. ഈ പേഴ്സൺ നിങ്ങളൊരു സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്, ജെമിനൈ എനർജി. അപ്പോൾ ഈ ലവേഴ്സ് എന്താണ് ഇവിടെ? കുറെ സ്ട്രെസ് ഉണ്ട് ഈ പേഴ്സണിന്. അവർ കുറെ ആങ്ഷ്യസ് ആണ്. നിങ്ങളുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും? നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ അഗ്രി ചെയ്യോ? ഇവിടെ ഒരു തേർഡ് പാർട്ടി ഞാൻ കാണുന്നുണ്ട്. മേ ബി ഈ പേഴ്സൺ മാരിഡ് ആയിരിക്കും. അതല്ലച്ചാ ഈ പേഴ്സണ് നിങ്ങളുടെ കൂടെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് വേണം എന്നുണ്ടാവും. പക്ഷെ അവർക്ക് ഷുവർ അല്ല നിങ്ങൾ അത് അഗ്രി ചെയ്യുമോന്ന്. അപ്പൊ ഇവിടെ എന്താണ് ഈ പേഴ്സന്റെ ഫ്യൂച്ചർ ആക്ഷൻസ് ഉണ്ടാവാൻ പോണേ? നിങ്ങളുടെ ഡിറക്ഷനിൽ അവർ എന്ത് ആക്ഷൻ ആണ് എടുക്കാൻ പോണേ? ക്വീൻ ഓഫ് വാൻസ്. ഇതൊരു ഫയർ സൈൻ ആയിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ടാവുക. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. കിങ് ഓഫ് വാൻസ്. വാവ്, ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണ്, ഒരു ഡിവൈൻ പാർട്ട്ണർഷിപ്പ് ആണ്. അവർ നിങ്ങളൊരു ഡിവൈൻ പാർട്ട്ണർ ആയിട്ടാണ് കാണുന്നത്. പക്ഷെ ഇവിടെ ഒരു കിങ് ഓഫ് സോഡ്സും ഉണ്ട്, അഗൈൻ തേർഡ് പാർട്ടി. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഡെഫിനറ്റ്ലി ഒരു തേർഡ് പാർട്ടി ഉണ്ട്. നിങ്ങളുടെ സൈഡിലായിരിക്കാം, ഈ പേഴ്സന്റെ സൈഡിലായിരിക്കാം. ഇവിടെ കിങ് ഓഫ് സോഡ്സ് ഒരു ലോയർ ആവാം. നൈറ്റ് ഓഫ് വാൻസ്. ആൻഡ് ഈ തേർഡ് പാർട്ടിയുടെ കാരണമാണ് ഈ പേഴ്സൺ നിങ്ങൾക്കൊരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് തരാൻ പറ്റാത്തത്. അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ്, അവരെ നിങ്ങളൊരു സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഇവിടെ ഒരു കമ്മിറ്റ്മെന്റ് പറയുമ്പോൾ ഈ പേഴ്സൺ കുറെ ഒരു ഇൻ ആൻഡ് ഔട്ട് മാതിരിയാണ്. നൈറ്റ് ഓഫ് വാൻസ്, 10 ഓഫ് പെന്റിക്കിൾസ്. അപ്പോൾ വേറെ എനിക്ക് സ്റ്റോറി ഇവിടെ എന്താ കിട്ടുന്ന വെച്ചാൽ ഇവര് ഓൾറെഡി മാരീഡ് ആണ് വെച്ചാൽ അവർ കുറെ ഹോട്ട് ആൻഡ് കോൾഡ് ആണ് നിങ്ങളുടെ കൂടെ. മേ ബി നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരും, അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ആ കമ്മിറ്റ്മെന്റ് ചേഞ്ച് ചെയ്യും. അങ്ങനത്തെ ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കാം. അവർക്ക് നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരാൻ പറ്റില്ല. എന്നുവെച്ചാൽ അവർ എപ്പോഴും ഒരു അൺഷുവർ എനർജിയിലാണ്. ഔട്ട്കം ഈ റിലേഷൻഷിപ്പിന്റെ നിങ്ങൾ വാക്ക് അവേ ആണ് ചെയ്യണത് സ്കോർപിയോ. എന്ന് വെച്ചാൽ എവിടെയോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അത് ഈ പേഴ്സൺ കൺസിസ്റ്റന്റ് അല്ലാന്ന്. ആൻഡ് നിങ്ങൾക്ക് വേണ്ട മാതിരി ഒരു സ്റ്റേബിൾ റിലേഷൻഷിപ്പ് ഈ പേഴ്സണ് തരാൻ പറ്റില്ല. എപ്പോഴും അവരുടെ പ്രോമിസസ് ഒക്കെ ബ്രേക്ക് ചെയ്യണ ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. അവർ ഇന്ന് ഒരു കാര്യം പറയും, നാളെ അവർ ചേഞ്ച് ആവും. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒരു ഇൻസ്റ്റേബിൾ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് അത് ഓക്കെ അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ. ആൻഡ് അതുകൊണ്ടാണ് നിങ്ങൾ വാക്ക് അവേ ചെയ്യണേ. ഈ സമയത്ത് നിങ്ങൾ എങ്ങനെയെങ്കിലും പാച്ചപ്പ് ചെയ്താലും ഫ്യൂച്ചറിൽ നിങ്ങൾ മേ ബി ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്നാണ് വിചാരിക്കണേ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് സ്കോർപിയോ. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് റെസൊനേറ്റ് ആയോ ഇല്ലയെന്ന് പറയുക. അത് അല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിങ് ബുക്ക് ചെയ്യണം ചെയ്യാം. പേഴ്സണൽ റീഡിങ് പ്രൈവറ്റ് റീഡിംഗ് ആണ്. അത് നിങ്ങളുടെ എനർജി കുറിച്ച് മാത്രമാണ്. അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ ചിലപ്പോൾ ചില മെസ്സേജസ് എല്ലാവർക്കും റെസൊനേറ്റ് ആവില്ല. പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ എന്നെ ഇമെയിൽ ചെയ്യുക. ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് അയക്കുന്നുണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യേണ്ട കൂടെ. ആൻഡ് ഞാനെല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ അയച്ചു തരാം. ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.